വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. മെയ് 1 ലോക തൊഴിലാളി ദിനത്തിൽ പ്രദേശത്തെ മുതിർന്ന തൊഴിലാളികൾക്ക് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകിയാണ് തൊഴിലാളികളെ ആദരിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തെ മുതിർന്ന തൊഴിലാളികളെ ഉപഹാരം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തായാലും തൊഴിലാളികൾ, നമ്മുടെ സംസ്ഥാനത്തായാലും തൊഴിലാളികളാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം. ആ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേന്ദ്ര സംസ്ഥാന ഭരണമാണ് ഇന്ന് നിലവിലുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ആ രാജ്യത്തിന്റെ 2004 സോണിയാഗാന്ധി UPI ചെയർപേഴ്സണലായിട്ട് ശ്രീമാൻ അന്തരിച്ച മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 2004 അധികാരത്തിലെത്തിയതിനു ശേഷം ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്തത് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നത്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. വാർഡ് പ്രസിഡന്റ് വിനോദ് മാണവന അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും തൊഴിലാളികൾ നൽകിയ സംഭാവനകളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വില കുറച്ച് കാണുകയാണെന്നും തൊഴിലാളികളെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാരുകളുടെ തീരുമാനമെങ്കിൽ രാജ്യം വലിയ വില നൽകേണ്ടി വരുമെന്ന് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടൻ മച്ചാട് പറഞ്ഞു. ഭാരവാഹികളായ സന്തോഷ് അറക്കാട്ട്, NM വിനീഷ്, AA ബഷീർ, CP ഔസേബ്, PJ ക്രിസ്റ്റിൻ, AB സഞ്ജയ്, KC സെബാസ്റ്റ്യൻ, PT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CV ന്യൂസ്, തെക്കുംകര.